ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീൻ വക്കീൽ നേരെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നവീൻ വക്കീൽ ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നന്ദുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത്? നന്ദുവിന് കല്യാണാലോചനയൊന്നും വരുന്നില്ലേ? അവളുടെ കല്യാണം നടത്താനായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് നവീൻ മോനെ പോലെ തന്നെയാണ് നന്ദുമോളും. അവൾക്ക് എന്തോരം കല്യാണാലോചന വരുന്നുണ്ടെന്ന് അറിയാമോ? ഈ ഒരു പറച്ചിലാ, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ നടന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ് മോനെ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നവീൻ്റെ മനസ്സിലുള്ള ആ ഒരു സംശയം ഇങ്ങനെ കുതിച്ചുയർന്നിങ്ങനെ വരികയാണ്. അല്ല, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ? അല്ല, ഞാൻ അറിഞ്ഞ സംഭവമാണ്, അത്ര എത്രത്തോളം സത്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് നിങ്ങളോടൊന്ന് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്താ മോനെ, നിനക്ക് എന്താ ചോദിക്കാനുള്ളത്? എന്താണെങ്കിലും ചോദിച്ചോളൂ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീനാണെങ്കിൽ, അതെ, ഈ അനിയും നന്ദുവിലും തമ്മിൽ അടുപ്പമായിരുന്നു, ഇവർ തമ്മിൽ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എങ്ങനെയാണ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ സ്തംഭിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ മറുപടി പറയാനും പറ്റുന്നില്ല. ഗോവിന്ദൻ അങ്ങനെ തവണയൊന്നും പറയില്ലല്ലോ. അപ്പോൾ നമ്മുടെ കനകമാണെങ്കിൽ, അത് പിന്നെ മോനെ, അത് ഈ അനിക്ക് നന്ദുവിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് വീട്ടിൽ പറയുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അതിനോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ 2 മക്കളും അനന്തപുരിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ മൂന്നാമതൊരു മകളെ കൂടി അങ്ങോട്ട് വിടണമെന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ബന്ധത്തോട് എതിർപ്പ് കാണിച്ചായിരുന്നു. പിന്നെ മൂർത്തി മുത്തശ്ശനും പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ ഇനി അവളുടെ പിന്നാലെ നടക്കില്ല എന്ന് ഞങ്ങൾക്ക് വാക്കും തന്നിട്ടുണ്ട്. ഇത് കേട്ടാ നമ്മുടെ നവീനാകെ ഞെട്ടിപ്പോവാണ്. ഹേടാ ഭയങ്കര, അപ്പം ഞാൻ കേട്ടത് മുഴുവൻ സത്യം തന്നെയാണ്, നീ എന്നിട്ട് പറ്റിക്കുകയായിരുന്നല്ലേ? അപ്പോൾ വീണ്ടും നവീൻ ചോദിക്കണം, അല്ല നന്ദുവിന് എങ്ങനെയായിരുന്നു? നന്ദുവിന് അനിയോട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ വീണ്ടും ഇവരിങ്ങനെ സ്തംഭിച്ച് നിന്നിട്ട് അതിനുശേഷം നമ്മുടെ കനകം പറയാണ്, നന്ദുമോൾക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നന്ദുമോള അങ്ങനെ ഒരാളേ ഇല്ല. അവൾക്ക് ഈ പ്രണയം അത് എന്നൊക്കെ പറഞ്ഞടക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് മോനെ എന്നൊക്കെ കനക ഇങ്ങനെ ഉരുണ്ടു മറിഞ്ഞ് അവിടെ സംസാരിക്കുകയാണ്. എന്താ മോനെ നീ അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ, അല്ല ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നേ, അതുകൊണ്ട് ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പം എനിക്ക് ക്ലിയർ ആയല്ല കാര്യങ്ങളെല്ലാം. ആണല്ലേ, ക്ലിയർ ആയല്ലേ? നന്ദുമോൾക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. അല്ലെങ്കിലും അവൾ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നവീൻ മോനെ എന്നൊക്കെ പറയണം. ശരി, എങ്കിലായിക്കോട്ടെ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇതൊക്കെ ചുമ്മാ ഒന്ന് അറിയാനും സംസാരിക്കാനും വേണ്ടി വന്നേ ഉള്ളെന്ന് പറയാണ്. ശരി, ഞാൻ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് ഇറങ്ങാം. ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ നവീൻ അങ്ങനെ കാറിലേക്ക് കയറാൻ പോകുന്ന സമയം, ഹെടാനി നിന്നെ ഞാൻ വിടില്ലടാ എന്നിങ്ങനെ മനസ്സിലാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ നവീനാണെങ്കിൽ അനിയെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് വല്ലാത്തൊരു ദേഷ്യമാണ് നമ്മുടെ നവീൻ്റെ മനസ്സിൽ. അങ്ങനെ നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവിടെ നിപ്പ് കണ്ടില്ലേ, അവൻ്റെ മനസ്സിൽ കുറേ കള്ളത്തരങ്ങളെല്ലാം ഒളിച്ച് വെച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അതേപോലെ ഞാനും ഇനി അവനോട് അങ്ങനെ സംസാരിക്കുള്ളൂ. എൻ്റെ മനസ്സിലുള്ളത് കാര്യങ്ങൾ മുഴുവൻ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ ഏതായാലും അവനോട് പറയാനായിട്ട് പോകുന്നില്ല. അങ്ങനെ നമ്മുടെ നവീൻ നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുക. അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്താണ് നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്ത് കാര്യത്തിനാണെന്ന് ചോദിക്കുക. ഇത് കേട്ട് അനിയാണെങ്കിൽ, എടാ എനിക്ക് ആ അനാമികയുടെ കാര്യത്തെക്കുറിച്ച് അറിയാനാ. എടാ എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണോടാ. എടാ എങ്ങനെയാടാ അനാമികയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടാ അത് പിന്നെ അവർ നല്ല വക്കീലിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിവോഴ്സ് കിട്ടാൻ സാധ്യത കുറവാണ്. എടാ നീ എന്താ അങ്ങനെ പറയുന്നത്? എടാ നിന്നെ വിശ്വസിച്ചല്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചതും പറഞ്ഞതൊക്കെ ചെയ്തത്, എന്നിട്ട് നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എടാ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് കിട്ടും, ഞാൻ പറഞ്ഞല്ലോ. എന്നെക്കാലം ചിലപ്പോൾ നല്ല വക്കീലൊക്കെ ആണെങ്കിലും അത് അങ്ങനെയാണെങ്കിൽ ആകെ പണി പാളിപ്പോകൂലേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചത്. അതിപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എടാ നീ അങ്ങനെ പറയരുത് കേട്ടോടാ. എനിക്ക് അവളിൽ നിന്നേ, ആ ഭൂതനയിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയേ മതിയാവുള്ളൂ. അവളുടെ കാര്യത്തിൽ ഓരോ കഴിയും തോറും എനിക്കാകെ ടെൻഷൻ കൂടി വരികയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴേ, നീ പേടിക്കണ്ട, നിനക്ക് ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ നിൻ്റെ ചേട്ടനൊക്കെ അങ്ങ് പുറത്ത് നിൽക്കുകയല്ലേ, ഏതായാലും നീ ഇപ്പോൾ കമ്പനിയുടെ MD അല്ലേടാ,
ആ സമയത്ത് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നു? ഓ, ഈ MD സ്ഥാനം അതൊന്ന് എനിക്കൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. ഏതായാലും എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്താടാ ഇനിയിപ്പോൾ ചേട്ടന്മാരെ ചതിക്കാനുള്ള പരിപാടിയാണോ നീ ചെയ്യുന്നത്? ഇതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനത്തിലുള്ള ഒരു ക്യാരക്ടറാണോടാ? എൻ്റെ ചേട്ടന്മാരെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. അല്ല, നീ ഇപ്പോഴും വലിയ ഉത്തരവാദിത്വമൊന്നും കാണിക്കുന്നില്ലല്ലോ. നിൻ്റെ ആദർശേട്ടൻ വരുമ്പോഴത്തേക്കും MD സ്ഥാനം മാറി നിൽക്കാനാണ് നിനക്ക് താല്പര്യം. പക്ഷേ ആദർശേട്ടൻ വന്നാലും MD കസേരയൊന്നും ആദർശേട്ടൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലുള്ള മനുഷ്യനാണെന്നൊക്കെ പറയാം. അങ്ങനെ നവീനാണെങ്കിൽ മനസ്സ് ചിന്തിക്കുകയാണ്, അവൻ MD സ്ഥാനം രാജിവെച്ചിട്ട് വേണം അവൻ എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ നടക്കാനായിട്ട്, നന്ദുവിൻ്റെ പിന്നാലെ. അതിനുള്ള പുറപ്പാടാണ് നീ ചെയ്യുന്നത്. അപ്പോഴേക്ക് മനു ഇങ്ങനെ പറയുകയാണ്, എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? എനിക്ക് അനാഭിക്കുന്നത് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണോടാ. ഡിവോഴ്സ് ആയെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം? അവൾക്ക് കുറച്ചങ്ങോട്ട് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് തരും നിനക്ക്. പൈസ കൊടുക്കരുന്ന മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. ഒരു 10 വയസ്സ് പോലും അവൾക്ക് കൊടുക്കരുന്ന പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ ബാങ്കിൽ അത്യാവശ്യം പൈസകളൊക്കെ ഉണ്ട്, കുറച്ച് പൈസ മുടക്കി അവളെ ഒഴിവാക്കിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണ്ടേ? അപ്പം ഇത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാലും ഇല്ല, ഡിവോഴ്സൊക്കെ കിട്ടണമെങ്കിലേ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ചിലവാക്കണം, എന്നാലേ കിട്ടുള്ളൂ. നീ പേടിക്കണ്ട, നിനക്ക് ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഈ നവീൻ വക്കീൽ അവിടെ നിന്ന് പോവുകയാണ്. അനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. ഇവനെന്ത് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇപ്പോൾ വല്ലാത്തൊരു രീതിയിലാണ് അവൻ സംസാരിച്ചത്, ഒരു ഇഷ്ടമില്ലായ്മ പോലെയാണല്ലോ അവൻ സംസാരിച്ചത് എന്നിങ്ങനെ ചിന്തിക്കാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശും അതേപോലെ തന്നെ നയനയും കൂടി വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുക ഭയങ്കര സന്തോഷത്തോടെ. അപ്പോഴാണ് ആദർശിനൊരു കോള് വരുന്നത്. അപ്പോൾ ആദർശാണെങ്കിൽ ശരിയടാ, ഞാനിപ്പോൾ തന്നെ വരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട്, വണ്ടി നിർത്തിയടോ. അപ്പോൾ ഇയാൾ വണ്ടി നിർത്തുക. ഞാനേ നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് അവനെ കാണാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ CCTV മറ്റേ ഇതെല്ലാം ലൊക്കേഷൻ ചെയ്യുന്ന ആ ഒരാളെയാണ് കാണാനായിട്ട് പോകുന്നത്. അയ്യോ ആദർശേട്ടാ, എങ്കിൽ പിന്നെ ഞങ്ങൾ കൊണ്ടേ ആക്കാം. വേണ്ട, അത് ഒരുപാട് ചുറ്റിക്കറങ്ങി പോകണ്ടേ, എന്നിട്ട് ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഉടനെ തന്നെ അവിടെ എത്തിക്കോളാം, ഇനിയിപ്പോൾ കൂടുതൽ യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതിനൊക്കെയാണെങ്കിൽ ഭയങ്കര ടെൻഷനും തോന്നിക്കുകയാണ്. അങ്ങനെ ആദർശാണെങ്കിൽ നേരെ അവരടുത്ത് പോവുകയാണ്. ആ ഒരു മൊബൈലിലൊക്കെ ട്രാക്ക് ചെയ്യുന്ന അയാളടുത്ത് പോവുകയാണ്. അത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പറയണം, സാറേ അതെ, ഈ എക്സ് എന്ന് പറഞ്ഞ ആൾ മോഡേൺ ഹോട്ടലിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതിനുള്ള എല്ലാ തെളിവുകളും നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇയാൾ ആരാണ് എന്താണെന്നാണ് ഇപ്പോൾ കണ്ടെത്തേണ്ടത് സാറേ എന്നൊക്കെ പറയണം. അപ്പോൾ കൺഫേം ആണല്ലേ? അപ്പോൾ ഇയാൾ ഈ എക്സ് എന്ന് പറഞ്ഞ ആൾ മോഡേൺ ഹോട്ടലിൽ തന്നെയാണുള്ളത്. അപ്പോൾ അയാൾ ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്കിനി അടുത്ത ഇതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ താൻ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ സാറേ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ എക്സിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിന് പിന്നിൽ ആരാണ് കളിച്ചതെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവത്തുള്ളൂ. ശരി, ഇനി അതിനുള്ള പണി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ നയനയുടെ ആ കാറിനെ പോലീസുകാർ പിടിച്ചിട്ട് പോലീസുകാരിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതാണ്. അതെ, ഇറങ്ങിക്കണ്ടേ, ഞങ്ങൾക്ക് ഈ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ ചോദിക്കണം, എന്തിനാണ് സാറേ വണ്ടി ചെക്ക് ചെയ്യുന്നത്? അതെ, വണ്ടി ചെക്ക് ചെയ്യണം എന്തിനാണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ്, ഇതിലേ പോകുന്ന എല്ലാ വണ്ടികളും സെർച്ച് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഈ വണ്ടിയും സെർച്ച് ചെയ്യണം, ഞങ്ങൾക്ക് ഇറങ്ങി ഇങ്ങോട്ട് എന്ന് പറയുകയാണ്. അപ്പം നയനയും ആ ഡ്രൈവറും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഫുള്ള് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരോട് പോലീസുകാരോട് ചോദിക്കുകയാണ്, എന്തായി, ആ കാറിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും കണ്ടെത്താനായിട്ട് സാധിച്ചോ? ഇല്ല സാർ, ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, എല്ലാം ചെക്ക് ചെയ്യണം, ഫുള്ള് കാർ കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം, ഈ ഡിക്കിയൊക്കെ മുഴുവനും ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ നയനാണെങ്കിൽ, എന്തിനാ സാർ ഞങ്ങളിങ്ങനെ പിടിച്ച് നിർത്തി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ സാർ എന്നിങ്ങനെ ചോദിക്കണം. അതൊക്കെ ഞങ്ങൾ അതിൻ്റെ രീതിയിൽ പറഞ്ഞോളാം കേട്ടോ. എന്താ നിങ്ങളുടെ ഭർത്താവാണോ ഇത് എന്ന് ഡ്രൈവറെ നോക്കി കഴിഞ്ഞാൽ, അയ്യോ ഇല്ല സാർ, ഇതെൻ്റെ ഡ്രൈവറാണ്. ഓ ഡ്രൈവറാണോ? ഡിക്കിയൊക്കെ നോക്കിയോ? അപ്പോൾ ഈ മറ്റുള്ള പോലീസുകാർ ഡിക്കി നോക്കി കഴിഞ്ഞപ്പോഴേക്കും, സാർ ഇതിനുള്ളൊരു പെട്ടി ഉണ്ടല്ലോ സാർ. അങ്ങനെ പെട്ടി കാണുകയാണ് ഈ പോലീസുകാരനും. എന്താണ് ഈ പെട്ടിനുള്ളിൽ? അയ്യോ സാർ എനിക്കറിയില്ല. അപ്പോൾ ഡ്രൈവറോട് ചോദിക്കണം, എന്താടാ ഈ പെട്ടിനുള്ളിൽ എന്താടാ? അപ്പോൾ ഈ ഡ്രൈവറാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്.
ഒന്നും അറിയാത്ത രീതിയിൽ ഇയാൾക്ക് എന്തോ ഒരു കള്ളത്തട്ടിപ്പുള്ള രീതിയിലാണ് ഇയാൾ ഇങ്ങനെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇയാൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. നയനയാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്താടി ഈ പെട്രോളിൽ എന്താണെന്നാ പറഞ്ഞത്? നിങ്ങൾ വല്ല കള്ളക്കടത്തും കിടത്തുകയാണോ? അയ്യോ സാർ, അറിയില്ല സാർ, ഈ പെട്ടി ഇതിനു മുമ്പ് ഞങ്ങളിതിൽ കണ്ടിട്ട് പോലുമില്ല, ഞങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയില്ല സാർ. പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എങ്കിലേ ഞങ്ങളിത് പരിശോധിക്കട്ടെ എന്താണെന്ന്. നിന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മര്യാദകളോ പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ അവർ പെട്ടി നോക്കുക. പെട്ടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ മുഴുവനും സ്വർണ്ണങ്ങൾ. ഇത് കണ്ട നയനയും പേടിച്ചു പോവുകയാണ്. എന്താണ് ഇത്? കള്ളക്കെടുത്ത് സ്വർണം കടത്താനുള്ള പരിപാടിയായിരുന്നല്ലോ നീയൊക്കെ. സാർ, അനാവശ്യം പറയരുത് സാർ, ഈ ഒരു സ്വർണ്ണമൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവറും പറയാണ്, അയ്യോ സാർ, സാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാർ, ഇത് ആരാണെന്ന് അറിയാമോ സാർ? മൂർത്തീസ് കമ്പനിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയാണെന്ന് പറയണം. ആരാണെങ്കിലും എനിക്കെന്താണ്? തെറ്റ് തന്നെയാ. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. നീ എങ്ങോട്ടാണ് ഈ സ്വർണം കടത്താനായിട്ട് പോയത്? നിന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോടി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, സാർ ഞങ്ങൾക്ക് അറിയില്ല സാർ. അതേ, സ്റ്റേഷനിൽ പോയിട്ട് അറിയേണ്ടവരെയൊക്കെ അറിയിച്ചോളാം. വണ്ടി കയറാൻ നോക്ക്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, വണ്ടി കയറിയിട്ട് ഇനി ബാക്കിയുള്ള സംസാരം മതി എന്നൊക്കെ പോലീസുകാരും പറയണം. നയനയെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ്. അങ്ങനെ നയനയെയും കൊണ്ട് ഇവർ സ്റ്റേഷനിലേക്ക് ചെല്ലുക. അപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനയെ പരിചയമുള്ള ആ ഒരു പോലീസുകാരോട് നിൽക്കുക. നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടിപ്പോയി നമ്മുടെ പോലീസുകാർ. അപ്പോൾ പറഞ്ഞു, സാർ എന്താ സാർ പ്രശ്നം? അതെ, ഇവർ രണ്ടുപേരും കൂടിയേ കള്ളക്കടത്ത് സ്വർണം കടത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പം ഞാൻ പിടികൂടി. അപ്പോൾ ഇവർ സ്തംഭിച്ച് കളിക്കണം. അയ്യോ സാർ, സാറിന് തെറ്റുപറ്റിപ്പോയോ സാർ? ഇത് ആരാണെന്ന് അറിയാമോ സാർ? അനന്തമൂർത്തിയുടെ കൊച്ചുമോൻ്റെ ഭാര്യയാണിത്. ആരാണെങ്കിലും എന്താ, തെറ്റ് തന്നെയാണ്. ഓത്തീസ് കമ്പനിയിൽ ആരുവാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ സാർ? അതുമാത്രമല്ല, ഇവിടുത്തെ നന്ദു മേഡത്തിൻ്റെ ചേച്ചിയാണ്. ഏത് ചേച്ചിയാണെങ്കിലും എന്താ, താൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഇവർ തെറ്റ് ചെയ്തതിന് നല്ല ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ CI സാറ് നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് ഒന്ന് സല്യൂട്ടൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും, എന്താ സാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഞങ്ങളൊരു പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. അതെ, ഈ കള്ളക്കെടുത്ത് സ്വർണങ്ങളെല്ലാം കടത്തുന്നവരെയൊക്കെ നന്ദു അന്വേഷിക്കൊന്നും പിടിച്ചൊന്നുമില്ലേ? എന്തൊക്കെയായി കാര്യങ്ങളൊക്കെ? എന്താ നന്ദു ഒരു രുദ്രാത്തിലതിരിക്കുന്നത്? സാർ, കുറേ കള്ളക്കെടുത്ത് സ്വർണ്ണങ്ങൾ ഞങ്ങൾ പിടിച്ചായിരുന്നു, പക്ഷെ അതിൻ്റെ പ്രതികളെ കണ്ടെടുത്താനായിട്ട് സാധിച്ചില്ല സാർ. അത്രയും മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് ഒരു പെണ്ണിനെയാണ്. കള്ളക്കെടുത്ത് സ്വർണ്ണമായിട്ട് കിടക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. പിന്നെ ഇവരെ പിടിച്ചത് കൊണ്ട് പോലീസുമാർ ഞങ്ങൾക്ക് നടത്താനായിട്ട് പറ്റില്ലല്ലോ, ഒരു പെണ്ണായി പോയില്ലേ. അതുകൊണ്ടാണ് നന്ദുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നന്ദുവിന് കാര്യങ്ങളെല്ലാം അറിയാലോ. പെണ്ണൊന്ന് പരിഗണയെന്നും അവൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും നമ്മുടെ നന്ദുവിനോട് പറയണം. സാർ, എൻ്റെ ക്യാരക്ടർ സാറിന് അറിയാലോ സാർ, എനിക്കങ്ങനെ അതൊന്നുമില്ല സാർ. തെറ്റ് ചെയ്ത ആരാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ഇത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. അങ്ങനെ ആയിരിക്കണം. അഥവാ നമ്മുടെ ഇതിപ്പോൾ ബന്ധുക്കളാണെങ്കിൽ പോലും അവരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതാക്കണമെന്ന് പറയണം. സാർ, ഞാനങ്ങനെ ഒഴിവാക്കിയൊന്നുമില്ല സാർ. ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും അറിയാം എൻ്റെ സ്വഭാവം എന്താണെന്ന്. ബന്ധുക്കളെന്നോ സ്വന്തമെന്നോ അങ്ങനെയൊന്നും ഇല്ല സാർ എന്നിങ്ങനെ പറയണം. ശരി, ആയിക്കോട്ടെ, എങ്കിൽ നന്ദു ചെല്ല്. അവളും ആ ഡ്രൈവറും കൂടി ലോക്കപ്പിന് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ നന്ദു നേരെ ആ ലോക്കപ്പിന് മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഞെട്ടിപ്പോയി. അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. എന്താ ചേച്ചി എന്ന് കൈ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോഴേക്കും ഇപ്പോൾ ഈ പോലീസുകാരെ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇവളാണ് പ്രതി സാർ, ഇത് എൻ്റെ ചേച്ചിയാണ് സാർ. ആരാണെങ്കിലും എന്താ, ചേച്ചി അനിയത്തിയൊക്കെ അങ്ങ് വീട്ടിൽ, ഇവിടെ പ്രതിയും പോലീസുമാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യാനായിട്ട് നോക്ക്. ചോദ്യം ചെയ്യാനാ പറഞ്ഞത്. ചേച്ചി, എന്താ ചേച്ചി സംഭവിച്ചത്? ചേച്ചി എന്നോ, എന്താടി സംഭവിച്ചതെന്ന് ചോദിക്കാം അങ്ങോട്ട്. അവൾ സത്യം പറഞ്ഞില്ലെങ്കിൽ അവളെ നല്ല പോലീസ് മുറയ്ക്ക് തന്നെ ചോദിക്കണം. ഇത് കേട്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ, സാർ, ചേച്ചി പ്രഗ്നൻ്റ് ആണ് സാർ. ഓ, അത് ശരി, പ്രഗ്നൻ്റ് ആണോ? ഇവളെയൊന്നും വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കള്ളക്കെടുത്ത് സ്വർണം കടത്തിക്കൊണ്ട് വന്നിരിക്കുകയല്ലേ. ഇനി ഇവളുടെ വയറ്റിൽ സ്വർണ്ണമാണെന്ന് ആർക്കറിയാം? ചിലപ്പോൾ കുഞ്ഞല്ലായിരിക്കും. ഇത് കേട്ട നയനയ്ക്കാണെങ്കിൽ ആകെ കാലി വന്നിട്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നന്ദുവിനും അരിശം വരുന്നുണ്ട്. അപ്പം നന്ദു ചോദിക്കണേ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് നന്ദു. കാരണം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സാറ് വന്ന് ഞങ്ങൾ വണ്ടി തടഞ്ഞതും ഡിക്കിയിൽ നിന്നും
ഒരു പെട്ടി കണ്ടെത്തിയതും അതിൽ കുറേ സ്വർണ്ണങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയും മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ആ പെട്ടി എങ്ങനെ അതിൽ വന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, ഇവള് പറയില്ല, ഇവള് പറഞ്ഞില്ലെങ്കിലേ ഇവളെ കൊണ്ട് പറയിപ്പിക്കണം നന്ദന എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ നന്ദു ആണെങ്കിൽ ഡ്രൈവറിന് നേരെ തിരികെയാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണോ ആ പെട്ടി ഡിക്കിക്കുള്ളിൽ വന്നത് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഡ്രൈവർ ആണെങ്കിൽ തലയും കുനിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.